A few moments later. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. ലോങ് ഗോൾഫിൽ നമ്മൾ കളിക്കാൻ പോവുകയാണ്. മാച്ചൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നൈസായിട്ട് ചാടി ഓടി കുറച്ച് ഫേക്ക് മൊമെൻ്റ് ഒക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഗണ്ണെടുക്കാം. ചെക്കൻ ഗണ്ണെടുക്കാൻ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ചെക്കൻ എന്ത് ഗണ്ണെടുക്കാമോ? ആ ചെക്കൻ നല്ല കുത്തിപ്പിടി ഗണ്ണെടുത്തിട്ടുണ്ട് ഗൈസ്. ചെക്കനോടെ ഞാൻ ന്യൂമാരെ പോലെ എടുക്കണമെന്ന് എനിക്ക് സംശയം. ചെക്കൻ ഒറ്റയടിക്ക് കൊന്നുണ്ട് ഗൈസ്. ചെക്കൻ എന്താ ഇവിടെ കാണിക്കുന്നത്? ഗൈസ്, നമ്മൾ അടുത്ത റൗണ്ട് ഈ ഗണ്ണ് തന്നെ കളിച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡെസേർട്ട് പോലെ ടേൺ എടുക്കും ഗൈസ്. ഇവനെന്താണ് ഇങ്ങനെ കളിക്കുന്നത്? ഇവൻ നമ്മൾ ഡാമേജ് തരുന്നുണ്ട് ഗൈസ്. നമ്മളത് ഗ്ലൂ ഇട്ടിട്ടുണ്ട്. മെഡടിക്കണം. റഷ് ചെയ്തിട്ട് അപ്പോൾ ആ റൗണ്ട് നമ്മളതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് ഡെസേർട്ട് എടുക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ ഡെസേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കണം. ചിലപ്പോൾ നമ്മൾ കുത്തിപ്പിടിയാവും, അത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെസേർട്ട് എടുത്തിട്ട് അവൻ്റെ മുന്നിലോട്ട് ചാടി കയറി ഉണ്ട്. ചിക്കനടങ്ങിയാൽ അവിടെ തിന്ന് കാണിക്കാൻ പറ്റുന്നില്ല. ഡെസേർട്ടും വെച്ച് കുത്തിപ്പിടിക്കാന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സൈഡിൽ കുത്തിപ്പിടിക്കാൻ അവനെ കാണുന്നുമില്ല. ഓടിപ്പോകുന്നത് ഡെസേർട്ടും വെച്ച് കുത്തിപ്പിടിക്കാം. ഹെഡൊന്നും ചെയ്യാനില്ല ഗൈസ്. കുത്തിപ്പിടിച്ച് ഹെഡ് കുത്തിപ്പിടിച്ച് ഹെഡ് ഷോട്ട് ആകുമ്പോഴേക്കും ഹെഡ് ഷോട്ടായി. കുത്തിപ്പിടിച്ച് ഹെഡ് ഷോട്ട്. അടുത്ത കളിയിൽ നമ്മൾ ചിലപ്പോൾ കുത്തിപ്പിടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത റൗണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചെക്കൻ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെസേർട്ട് എടുത്തിട്ട് കുത്തിപ്പിടിക്കാമെന്നും പറഞ്ഞ് ഓടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുത്തിപ്പിടിക്കാനായിട്ട് നോക്കി ഇവനെ കാണുന്നില്ല. ഇവനേത് ജില്ലയിൽ പോയി കിടക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഫേക്ക് മൂവ്മെൻ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചാടി ചാടി പോവുകയാണ്. പ്രോ എന്നാണ് വിചാരം. നേരെ പോയി ചെക്കൻ്റെ ഹൈഡിങ് സ്പോട്ട് എത്തി. ചെക്കനെ കാണുന്നില്ല. അതിന് ആ ചെക്കൻ പോകും. അത് ഞാൻ കുത്തിപ്പിടിച്ച് ഹെഡ് ഷോട്ട് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ ഈ ചെറുക്കറിന് ഹെഡ് ഷോട്ട് ആയിരുന്നു ഗൈസ്. മൂവിൻ്റെ അടുത്തൊന്ന് ഹെഡ് ഷോട്ടും കിട്ടി. ഗൈസ്, ചെക്കന് കുറച്ച് ഷോക്ക് ഇറക്കാം ഗൈസ്. അടുത്ത റൗണ്ട് നമുക്ക് എന്തായാലും പിടിക്കണം. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ സീരിയസ് ആണെന്നും പറഞ്ഞ് കുറേ അധികം മൂവ്മെൻ്റ് ഇടുന്നുണ്ട് ഗൈസ്. എന്തിനാണോ ചാടലും ഇരിക്കലും ക്രോസ് ചെയ്യലൊക്കെ ഉണ്ട്. ചെക്കനെടുത്ത കാര്യം എന്ത് കണ്ടെടുക്കാവോ? P90 മറ്റേ പിന്നെ കുഴപ്പമില്ല ഗൈസ്. P90 കുത്തിപ്പിടിയാണ് അല്ലേ. അപ്പോൾ ഞാനും കുത്തിപ്പിടിക്കാൻ പോവാണ് ഗൈസ്. ചെക്കൻ കുത്തിപ്പിടിക്കാമെന്ന് അറിഞ്ഞൂടാണോ? കുറച്ച് റെഡ് നമ്പേഴ്സ് കൊടുത്തപ്പോൾ ചെക്കൻ അപ്പുറത്തോട്ട് പോയി. നമുക്ക് മറ്റേ കണ്ണെടുത്ത് കുത്തിപ്പിടിക്കാൻ നോക്കാം. ഇത് കുത്തിപ്പിടി കണ്ണല്ല ഗൈസ്. ചെക്കൻ ഇരുന്നിട്ട് എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കാനുള്ള കഴിവില്ല ഗൈസ്. അത് കാരണം ഞാൻ ബോഡി ഷോട്ട് അടിച്ചു. അടുത്ത റൗണ്ടിൽ നമ്മൾ തീർച്ചയായും ഹെഡ് ഷോട്ട് അടിക്കും ഗൈസ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കും. അപ്പോൾ ഗൈസ്, ഹെഡ് ഷോട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതിൽ ഹെഡ് ഷോട്ട് അടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോ. ഇതിൽ കിടുക്കാച്ച ഹെഡ് ഷോട്ട് ആയിരിക്കും ഗൈസ്. നേരെ പോയിട്ട് അവനോട് കിടുക്കാച്ച ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെ റൗണ്ട് അങ്ങോട്ട് ജയിച്ചിട്ടുണ്ട്.